കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ ഇന്ധന ചോർച്ചയുണ്ടായി. സമീപത്തെ ഓടകളിൽ ഇപ്പോൾ ഇന്ധനം പരന്നൊഴുകുകയാണ്. 5 ബാരലിലധികം ഡീസൽ നാട്ടുകാർ അവിടെ നിന്ന് ശേഖരിച്ചു. അഭിന വിവരങ്ങളുമായിട്ട് ചേരുന്നു. നാട്ടുകാർ ഈ ഡീസൽ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. അത് പോലീസ് പിടിച്ചെടുക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നാട്ടുകാർ അത് ശേഖരിക്കട്ടെ. പക്ഷേ സുരക്ഷിതമാണോ ഈ പ്രദേശം? ഇപ്പോൾ ആ ചോർച്ച അടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലത്തൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല എന്നുള്ളതാണ്. ഇത് 4ാമത്തെ തവണയാണ് ഇത്തരത്തിൽ ഇന്ധനം ഒഴുകുന്നത് എന്നാണ് നാട്ടുകാരടക്കം പറയുന്ന ഒരു കാര്യം. അതുകൂടാതെ തന്നെ മുൻപും ഇത്തരത്തിലൊരു സംഭവം ഉള്ള സമയത്ത് തന്നെ നാട്ടുകാർ വലിയ രീതിയിലൊരു പ്രതിഷേധം നടത്തിയിരുന്നു. അതുകൂടാതെ തന്നെ ആളുകളിലെ ചില ആളുകൾക്കെല്ലാം ദേഹാസ്വാസ്ഥ്യം അടക്കം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് പെട്രോളിയം വീണ്ടും പുനർനിർമ്മിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ഇത്തരത്തിൽ വലിയ രീതിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഇന്ധനമാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇന്ന് 4:30 കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഇന്ധന ചോർച്ച ഉണ്ടായിരിക്കുന്നത്. ഈ ഇന്ധനം ഒഴുകുമ്പോൾ തന്നെ ആളുകൾക്ക് ചെറിയ രീതിയിലൊരു ദുർഗന്ധം ലഭിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിരമായി ഇത്തരത്തിൽ ദുർഗന്ധം ഉണ്ടാവാറുള്ള ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആളുകൾ ആരും തന്നെ ഇത് മൈൻഡ് ആക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരും അത്ര ശ്രദ്ധ ഇതിലേക്ക് കൊടുത്തിട്ടില്ല. പിന്നീടാണ് ഈ സമയം ഇങ്ങനെ കടന്നു പോകുമ്പോഴും ഇത്തരത്തിൽ ഇത്തരം ഒഴുകി വരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽ വരുന്നത്. തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസും ഫയർഫോഴ്സും എല്ലാം ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ മേയറും അതുപോലെ തന്നെ കളക്ടറും ജില്ലാ കളക്ടർ അടക്കം അല്പസമയത്തിനകം സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ സമീപത്തെ ഓടകളിലൂടെ ഡീസൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓടകളിൽ നിലവിൽ വെള്ളമുള്ള ഓടകളിലൂടെയാണോ ഈ ഡീസൽ ഒഴുകുന്നത്? അങ്ങനെ വെള്ളവും ഡീസലും ഇടകലർന്നിട്ട് ഒഴുകുന്ന അവസ്ഥയാണോ? ഇപ്പോൾ നാട്ടുകാർ 5 ബാരലിലധികം ഡീസൽ ശേഖരിച്ചു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഡീസൽ തന്നെയാണോ അതോ വെള്ളം കലർന്ന ഡീസലാണോ? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിലൊരു മഴ തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓടകളിൽ ചെറിയ രീതിയിലുള്ള വെള്ളം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ വെള്ളത്തിനേക്കാൾ കൂടുതൽ ഇവിടെ ഡീസൽ ഒഴുകി എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ഇപ്പോൾ വീടുകളിൽ നിന്നും ബക്കറ്റ് കൊണ്ടുവന്നിട്ടാണ് ഇത്തരത്തിൽ ഇന്ധനങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബക്കറ്റുകളിൽ നിന്നും ശേഖരിക്കുന്ന ഇന്ധനങ്ങൾ മറ്റ് കുപ്പികളിലേക്കെല്ലാം മാറ്റുകയും അതുകൂടാതെ തന്നെ ഇപ്പോൾ വലിയ ഒരു ടാങ്കിലേക്ക് തന്നെ ഈ ബക്കറ്റിൽ നിന്നും ഇന്ധനം മാറ്റുന്ന ഒരു സാഹചര്യമാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ നാട്ടുകാരെല്ലാവരും ഇത് ഇന്ധനം തന്നെയാണോ എന്നുള്ളതിൽ, അതായത് ഇന്ധനവും വെള്ളവും കൂടെ കലർന്നതാണോ എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എങ്കിൽ പോലും ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുണ്ട്. കാരണം ഇതിൽ വെള്ളം കുറവാണ് എങ്കിൽ പോലും ഇന്ധനം കൂടുതലാണ്. ഈ 2 ഓടകളിലായിട്ട് ഇന്ധനം വലിയ രീതിയിലാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഓടകളിലായി ചെറിയ ചെറിയ മീൻ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഈ മീനുകളെല്ലാം ചത്തു പൊങ്ങി കിടക്കുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൂടാതെ തന്നെ ചില ആളുകളെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്ത് വലിയ രീതിയിലൊരു ജനവാസ മേഖലയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. ഒരു തരി മതി, ഒരു കനൽ മതി ഇപ്പോൾ ഈ ഒരു പ്രദേശം തന്നെ ഇല്ലാതാവാൻ എന്നുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ ആളുകളെല്ലാം നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിലെ ഈ ഇന്ധന ചോർച്ച അടയ്ക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? ഉദ്യോഗസ്ഥർ എവിടെയുണ്ടോ? എത്തിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാട്ടുകാരെല്ലാവരും ഇതിന് മുൻപും ഇത്തരത്തിൽ ഈ ഒരു ചോർച്ച ഉണ്ടാവാറുള്ള ഈ ഒരു സാഹചര്യത്തിൽ പോലും ആളുകൾ ഈ പെട്രോളിയം ബന്ധപ്പെട്ട അധികൃതരുമായി സംസാരിക്കുകയും ഇവർ വീണ്ടും ഒരു നിർമ്മാണത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇത്തരത്തിലൊരു ചോർച്ച ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ഇതുവരെയും അധികൃതർ മറുപടി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി സംബന്ധിച്ച ആളുകൾ ആരും തന്നെ ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിലവിലില്ല. കൂടാതെ പോലീസും അതുപോലെ ഫയർഫോഴ്സും സ്ഥലത്തുണ്ട്. ഇവർ പരിശോധന എല്ലാം നടത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് അടുപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ വാഹനങ്ങളൊന്നും ഈ എലത്തൂർ വഴി കടത്തിവിടുന്നുമില്ല. വാഹനങ്ങളെല്ലാം ഇപ്പോൾ അവിടെ ഗതാഗതമെല്ലാം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അതുകൂടാതെ തന്നെ അല്പസമയത്തിനകം കളക്ടറും മേയറും ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ശരി അഭിന.